ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഈ യുദ്ധത്തിൽ ഭാഗമാവുകയാണ്. ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം ട്രൂത്ത് സോഷ്യലിൽ വന്നിരുന്നു. ഇസ്രായേലിനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ, അവരുടെ കേപ്പബിലിറ്റിന്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു, അപ്പോൾ തന്നെ അമേരിക്ക ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നിപ്പോൾ ഡയറക്റ്റ് ഫൈറ്റിലേക്ക്, ഡയറക്റ്റ് യുദ്ധത്തിലേക്ക് അമേരിക്ക വരികയാണ്. പക്ഷേ ഈ നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് നടന്നു നീങ്ങിയാൽ ഇങ്ങനെയായിരുന്നില്ല ഇറാൻ അമേരിക്ക ബന്ധം എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം 1957 എന്നുള്ള വർഷം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. അന്നാണ് ഇറാൻ ആദ്യമായി ആണവ പദ്ധതി വികസിപ്പിക്കുന്നത്. അന്ന് ആണവ പദ്ധതി വികസിപ്പിക്കുന്ന സമയത്ത് അമേരിക്കൻ സഹായത്തോടുകൂടി, ഇസ്രായേൽ സഹായത്തോടുകൂടി അമേരിക്കൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു ഇറാൻ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് റസയായിരുന്നു 57-ൽ. അപ്പോൾ ഇറാന്റെ ഈ ആണവ പദ്ധതികളിലേക്കുള്ള ചുവടുവെപ്പ് അത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയായിരുന്നു. അന്ന് ഇറാൻ ഒരു ആണവ രാഷ്ട്രമാകണം എന്നുള്ളത് അമേരിക്കയുടെ ആഗ്രഹമായിരുന്നു. അത് അന്ന് ശീതയുദ്ധം നടക്കുന്ന സമയമാണ്. അന്ന് സോവിയറ്റ് യൂണിയനെതിരെ ഒരു ആണവ രാഷ്ട്രമാക്കി ഇറാനെ വളർത്തി സോവിയറ്റ് യൂണിയനെതിരെ നിർത്തുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമായിരുന്നു. അവിടെയാണ് ആണവ പദ്ധതികളുമായി ഇറാൻ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് 57-ൽ നിന്നാണ്. പക്ഷെ അവിടുന്ന് 2 പതിറ്റാണ്ടുകൾ ഇങ്ങോട്ടേക്ക് പിന്നിടുമ്പോൾ 1980 ആയപ്പോഴേക്കും ഇറാൻ അമേരിക്ക ബന്ധം അത് ആടിയുലയുന്ന സ്ഥിതിയിലേക്ക് പോയി. നയതന്ത്ര ബന്ധം പൂർണ്ണമായും തന്നെ അമേരിക്ക ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്ന നിലയിലേക്ക് വന്നു. പിന്നീടും വർഷങ്ങൾ കഴിഞ്ഞു. 2009-ൽ അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ലോകത്തിന് മുന്നിലേക്ക് വരുന്നത്. ഇറാൻ രഹസ്യമായി ആണവ കേന്ദ്രം നിർമ്മിക്കുന്നുവെന്ന ആരോപണം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉന്നയിക്കുന്നു. അതായത് 1980 എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് റവല്യൂഷൻ വന്നു കഴിഞ്ഞാണ് അമേരിക്കൻ വിരുദ്ധ ചേരിയിലേക്ക് ഇറാൻ വരുന്നത്. ഈ കാണുന്നതുപോലെ 2012-ൽ ഇറാനും അമേരിക്കയും തമ്മിൽ രഹസ്യ ചർച്ചകളൊക്കെ നടക്കുകയാണ്. അവിടെയാണ് ബരാക് ഒബാമ എന്നുള്ള പേര് അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റവും നിർണായകമാകുന്നത്. 2015-ൽ ആണവ പദ്ധതികൾ കുറയ്ക്കാൻ ഇറാൻ സമ്മതിക്കുകയാണ്. അത് നിരന്തരമായ ചർച്ചകൾക്കും അതിന്റെ പരിണത ഫലമായിട്ടാണ് ഇറാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. അതിന് പിന്നാലെ 2015-ൽ അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയിരുന്ന എല്ലാ ഉപരോധങ്ങളും പിൻവലിക്കാനും തയ്യാറായി. അതിനുശേഷം 2018 വരുമ്പോൾ 2015-ലെ ആണവ കരാറിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറുന്ന സ്ഥിതി ഉണ്ടായി. അതായത് വളരെ സൗഹാർദ്ദപരമായി ഒരു ബന്ധമുണ്ടാക്കിയെടുത്ത് അത് വീണ്ടും തകർച്ചയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് 2018-ൽ ഉണ്ടായത്. 2019-ൽ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം ഇറാൻ വർദ്ധിപ്പിച്ചു എന്നതാണ് ഇപ്പോൾ ഇന്ന് ഈ കാണുന്ന യുദ്ധത്തിലേക്കൊക്കെ നയിച്ചതിൻ്റെ ഒരു തുടക്കമായി നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത്. 2025 മാർച്ച് 7-ന് പുതിയ ആണവ കരാറിനായി ട്രംപ് ഇറാന് കത്തയക്കുന്നു. അതിനുള്ളൊരു സമയം നൽകുന്നു. ഞാൻ 40 ദിവസം നൽകിയിരുന്നു, 41ാമത്തെ ദിവസമാണ് ഇത് എന്നാണ് ഇസ്രായേൽ ഈ ആക്രമണം തുടങ്ങുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്ന നിർദ്ദേശം. നമുക്ക് ഇതെല്ലാം പരിശോധിച്ചാൽ അറിയാം ഓരോ കാലഘട്ടങ്ങളിൽ അമേരിക്ക ഓരോരോ രാജ്യങ്ങളുമായി എങ്ങനെയൊക്കെ സുദൃഢമായ ബന്ധം സ്ഥാപിച്ചിരുന്നു. പിന്നീട് അവരുടെ താല്പര്യങ്ങൾക്കെതിരായി വരുമ്പോൾ എങ്ങനെ ആ രാജ്യങ്ങളെ ഒറ്റപ്പെടുത്താനോ ആ രാജ്യങ്ങളെ കീഴടക്കാനുള്ള ശ്രമങ്ങൾ, ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആകട്ടെ, താലിബാൻ ആകട്ടെ, ഇറാഖ് ആകട്ടെ, ഇറാൻ ആകട്ടെ, അങ്ങനെ പല വിധത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾ മാറി മറിയുമ്പോൾ അത് ലോകത്തിന് തന്നെ പല വിധത്തിൽ ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന ക്രെഡിറ്റിൽ നൊബേൽ സമ്മാനം കൊതിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഈ സാഹചര്യങ്ങളിൽ കൂടുതൽ വഷളാക്കാൻ അദ്ദേഹത്തിൻ്റെ പല പ്രതികരണങ്ങൾ തയ്യാറാകുന്നുണ്ട്. ഇടപെടൽ, ഇപ്പോൾ ഈ യുദ്ധത്തിലേക്കുള്ള ഇടപെടൽ കൂടി ഈ സ്ഥിതി വഷളാക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ പല രാജ്യങ്ങളുടെയും പല തീരുമാനങ്ങളാണ് ലോകത്തിൻ്റെ സമാധാനത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അത് ഒരുപക്ഷെ നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ പോലുമല്ല യഥാർത്ഥത്തിൽ അതിന്റെ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് പോലെ ആണവ പദ്ധതികൾ ഇന്നോ ഇന്നലെയോ അല്ല. നേരത്തെ നമ്മൾ ചരിത്രം നോക്കിയപ്പോൾ കണ്ടതുപോലെ ഇന്നോ ഇന്നലെയല്ലേ. പക്ഷേ ഇപ്പൊ ഇറാൻ പറയുന്ന ഒരു ന്യായീകരണം അല്ലെങ്കിൽ വിശദീകരണം, ഞങ്ങൾ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി, സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ആണവ പദ്ധതികൾ വികസിപ്പിക്കുന്നതാണ്. ഇറാൻ എന്ന രാഷ്ട്രത്തിന്റെ പ്രത്യേകത എന്താണ്? അവർ കലവറയാണ്. അതിപ്പോൾ എണ്ണപ്പാടങ്ങൾ, എണ്ണയുടെയും അതോടൊപ്പം തന്നെ ഇന്ധനത്തിന്റെയും ഒക്കെ ഒരു കലവറയാണ്. ലിമിറ്റ്ലെസ് ശേഖരമുണ്ട് ഇറാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രമായ ഇറാന് ആണവ പദ്ധതികൾ 57-ൽ അവർ തുടങ്ങുമ്പോൾ പറഞ്ഞ കാര്യം അതായിരുന്നു. അപ്പോൾ അന്ന് തന്നെ അമേരിക്കയ്ക്ക് അറിയാം എന്തിന് ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറാന് ആണവ പദ്ധതികളുടെ ആവശ്യമുണ്ടോ എന്ന് അന്ന് ബോധ്യമുള്ള അമേരിക്കയാണ് ഇന്ന് ഇറാൻ അയ്യോ ആണവ പദ്ധതികൾ ഉണ്ടാക്കുന്നേ, നിർമ്മിക്കുന്നേ എന്ന് പറയുന്നത്. ഇതിൽ ഇറാൻ ആണ് സാധാരണക്കാരുടെ അല്ലെങ്കിൽ ജനകീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തങ്ങളുടെ ആണവ ശേഷി വർദ്ധിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇറാന്റെ പ്രോക്സി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്ന പല സംഘടനകളും, ഹമാസ് അടക്കമുള്ള സംഘടനകൾക്ക് ഇറാന്റെ സഹായം നിരന്തരം കിട്ടുന്നു. ഇറാൻ നിർമ്മിത മിസൈലുകളോ ഇറാന്റെ ആയുധങ്ങളോ ഈ സംഘടനകൾ ഉപയോഗിക്കുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ ട്രംപിന്റെ ഭാഷയിൽ പറയുന്ന നിലയിലേക്ക് ഇറാനെ വിശേഷിപ്പിക്കാനുള്ള കാരണം ഇത്തരം തീവ്ര സംഘടനകൾക്ക് ഇറാന്റെ സഹായം, അത് ഇറാൻ റവല്യൂഷണറി ഗാർഡും ഹമാസും തമ്മിലുള്ള ലിങ്കിനായി വരെ ഉദ്യോഗസ്ഥരുണ്ട് എന്നതാണ്. ഇതൊക്കെ പല തലങ്ങളിൽ നിൽക്കുന്ന വിഷയമാണ്. എന്തായാലും സമാധാനമാണ് ലോകം കാക്ഷിക്കുന്നത്. പക്ഷെ അത് അകലെയായി പോവുകയാണ്.